അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് 2025 ജനുവരി 12 ഞായറാഴ്ച. ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ഇത് ഞങ്ങൾക്ക് 2 മാസം മുമ്പ് 2 മീനുകളെ എൻ്റെ കൂട്ടുകാരൻ കുളം പറ്റിച്ചപ്പോൾ തന്നതാണ്. അതിലൊന്നാണ് ഈ മീൻ. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മീൻ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ ചത്തുപോയിരുന്നു. അതുകൊണ്ട് ഞങ്ങളതിനെ ഫ്രൈ ആക്കി കഴിച്ചു. ഇപ്പോൾ ഇത് ജീവനുള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു പ്ലാസ്റ്റിക് പീപ്പ വെട്ടി അതിലിട്ടേക്കുമായിരുന്നു. ചാവുകയാണെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഇപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടും അത് ചത്തുപോയില്ല. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അതിനെ കൊല്ലാനൊരു വിഷമം. പിന്നെ അത് തന്നെയല്ല, അതിനെ പിടിച്ചപ്പോൾ മീൻ വലയിട്ട് പിടിച്ച് അവർ ബക്കറ്റിലേക്കൊക്കെ ചുമ്മാ പറക്കിയിട്ടപ്പോൾ മറ്റു മീനിൻ്റെ മുള്ളു കൊണ്ടാണെന്ന് അറിയില്ല, ഇതിൻ്റെ ഇവിടെ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. കണ്ടോ, ആ ഒരു കാരണം കൊണ്ടും ഞങ്ങൾക്ക് അതിനെ കൊല്ലാനും തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങളിതിനെ അതിൻ്റെ ആ പിടിച്ച കുളത്തിൻ്റെ അടുത്തുള്ള വേറൊരു കുളമുണ്ട്, അതിനകത്ത് മീനുകളുണ്ട്. ആ മീനുള്ള കുളത്തിൽ കൊണ്ടിടാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളതിനെ ഇങ്ങനെ പിടിക്കാൻ പോവുകയാണ്. നടന്നടാ. കയറിക്കോ. അപ്പോൾ നമ്മൾ കവറിനകത്താക്കി എൻ്റെ കൂട്ടുകാരാണ് ഈ നോക്കുന്നത്. ഇവർ 2 പേര് നേരത്തൊക്കെ വന്ന് നോക്കുന്നവരാണ് ഈ കാണുന്ന കറുമ്പനും മീശയും. ഇങ്ങനെ കാടും മലകളും ഒക്കെ കടന്നു വേണം നമ്മൾക്ക് ആ മീൻകുളത്തിൽ എത്തിച്ചേരാൻ. അതാണ് നമ്മുടെ മീൻകുളം. പക്ഷേ ഈ കുളത്തിൽ നിന്നല്ല ഇവനെ പിടിച്ചത് നമ്മുടെ ഇതിന് മുകളിലായിട്ട് ഒരു കുളമുണ്ട്, അതിൽ നിന്നാണ്. അങ്ങനെ അവൻ്റെ സാമ്രാജ്യത്തിലെത്തിയിട്ടുണ്ട്. ഇവനെ 2 മാസം മുമ്പ് യുദ്ധത്തടവുകാരായി പിടിച്ചതാണ്. ഒരാൾ യുദ്ധത്തടവുകാരായി പിടിക്കുമ്പോൾ തന്നെ ഒരാൾ മരിച്ചു പോയിരുന്നു. അപ്പോൾ ഇവനെ ഇന്ന് റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അവനെ നമ്മൾ അവൻ്റെ ഏരിയയിൽ എത്തിച്ചിട്ടുണ്ട്. അവൻ്റെ ഈ ശരീരത്തിലുള്ള ഈ ഭാഗത്ത് ഉള്ള ഒരു പരിക്ക് കാരണമാണ് നമ്മളവനെ റിലീസ് ചെയ്യണത്. അങ്ങനെ അവൻ്റെ കോളനിയിലേക്ക് പോവുകയാണ്. അവൻ ഇനി അവൻ്റെ ദേഹത്തുള്ള പരിക്കൊക്കെ മാറാൻ അതിന് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉള്ള സ്ഥലം അവൻ്റെ ഏരിയ ആണ്. ഇപ്പോൾ അവനിവിടെ ഡോക്ടറെ കണ്ട് അവൻ്റെ ദേഹത്തുള്ള പരിക്കിനുള്ള മരുന്നൊക്കെ വാങ്ങിച്ചോളും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം, ഇത് ഈ മീനിൻ്റെ അതായത് വശത്ത് ഒരു പരിക്കുണ്ടായിരുന്നു. പരിക്കുള്ളത് കൊണ്ടാണ് നമ്മളവനെ റിലീസ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഫ്രൈ ആക്കാനാണ് വിചാരിച്ചിരുന്നത്. ഇത്ര വിശാലമായ ഒരു ഏരിയയിൽ അവൻ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് ആ അസുഖം സ്വാഭാവികമായിട്ടും അങ്ങ് മാറിക്കോളും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒറ്റമരത്തിലെ കുരങ്ങൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും കഴിയുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.